എല്ലാവർക്കും നമസ്തേ. നമ്മുടെ രാജ്യതലസ്ഥാനത്ത് ദില്ലിയിൽ പാറ്റകൾ നടത്തുന്ന സമരത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത് അനാവശ്യ സമരമാണ് എന്ന് നമുക്കറിയാം. അവർ പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട സമരമല്ല അവരുടെ ലക്ഷ്യം. അത് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള സമരമല്ല അവർ ലക്ഷ്യമിടുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. സർവോപരി ഉയർത്തിക്കൊണ്ടുവരുന്നത് ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇവർ സമരം ചെയ്യുന്നത് എന്നതും നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റ് തച്ചു തകർക്കും എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. കാശ്മീരിൽ നിന്ന് പിൻവലിച്ച 307 വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് ഇവർ വിളിച്ചു പോകുന്നത് കേട്ടതാണ്. ഭാരതത്തെ ടുക്കടെ ടുക്കടെ കരയെങ്കിൽ എന്ന് പറയുന്നവർ ഇതിനകത്ത് പങ്കെടുത്ത് കാട്ടിക്കൂട്ടുന്നതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ദേശവിരുദ്ധ ശക്തികളായ CPM-ഉം അതിൻ്റെ പോഷക സംഘടനകളും അവിടെ ഇവർക്ക് പിന്തുണയുമായി ചെല്ലുന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് ഇവരെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടു. ഇതിനെ ശക്തമായി തന്നെ എതിരിടാൻ കേന്ദ്രം തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. അതിനു മുമ്പ് ഇവരോടൊക്കെ കേന്ദ്രം പറഞ്ഞു, ഇവർ കാണിക്കുന്നത് അനാവശ്യം ആണ് എന്നുണ്ടെങ്കിലും പറഞ്ഞു, ശരി നിങ്ങളുമായിട്ട് ചർച്ച നടത്താം, നമ്മൾക്ക് ചർച്ച നടത്തി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് അതിന് തയ്യാറായിട്ടില്ല. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും തയ്യാറായിട്ടില്ല. അവർ ഈ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഈ സമരവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരക്കാരിൽ തന്നെ കോക്രോച്ചുകൾക്കിടയിൽ അതിൻ്റെ നേതൃത്വത്തിന് ഇടയിൽ തന്നെ ഭിന്നതയുണ്ടായി എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. കാരണം അഭിജിത് ദീപ്കയെ ഈ സമരത്തിൻ്റെ മറവിൽ പണം സമ്പാദനവും ഹിന്ദുവിരുദ്ധ പ്രവർത്തനവുമാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് ഈ സമരത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കോക്രോച്ചുകൾ മാത്രമല്ല, ഈ സമരക്കാർക്ക് ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് തന്നെ ഈ ദേശീയ മാധ്യമങ്ങൾ ചർച്ച നടത്തിയിരുന്നു. വിദേശത്ത് നിർമ്മിച്ച സാധനങ്ങൾ ഉൾപ്പെടെയാണ് ഇവർക്ക് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിസ്സ പോലുള്ള സാധനങ്ങളും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആരാണ് എത്തിച്ചു കൊടുക്കുന്നത്? ഇതിൻ്റെ ഉറവിടം ഏതാണ്? ഇതൊക്കെ തീർച്ചയായിട്ടും സർക്കാർ അന്വേഷിക്കണം. ഇതെല്ലാം ദേശവിരുദ്ധ ശക്തികൾ വിദേശത്ത് വന്ന് ഈ സമരത്തിന് ഫണ്ട് ചെയ്യുന്നവർ അതോടൊപ്പം തന്നെ എത്തിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഈ നമ്മൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് അറിയാമല്ലോ, അവരിതൊന്നും പുറത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരറിഞ്ഞാൽ പോലും അത് മൂടി വെക്കാനാണ് ശ്രമിക്കുന്നത്. അത് 1-2 ചാനൽ, അമൃത, ജനം പോലുള്ള ചാനൽ ഒഴിച്ച് ബാക്കിയെല്ലാം ദേശവിരുദ്ധരുടെ കളിപ്പാവുകൾ തന്നെയാണ്. നമുക്കറിയാം, ഏഷ്യാനെറ്റ് ഒരു BJP നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും അതിനകത്തിലെ ജീവനക്കാർ മുഴുവനും എന്ന് തന്നെ പറയാം ദേശവിരുദ്ധ ശക്തികളുടെ കളിപ്പാവുകളാണ്. കാരണം അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് CPM അനുഭാവികളും CPM പ്രവർത്തകരും പഠനകാലത്ത് SFIയുടെ നേതാക്കളും പ്രവർത്തകരുമായിരുന്നവരാണ്. ഇപ്പോൾ അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അധീനതയിലാണെങ്കിലും അദ്ദേഹമാണ് അതിൻ്റെ ഉടമയെങ്കിലും ഇത് തുടങ്ങി വെച്ച ആളുകൾ ഈ ഇത്തരം ദേശവിരുദ്ധരായിട്ടുള്ളവരെ ഇതിനകത്തിൽ ജോലിക്കെടുക്കാനാണ് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നത്. കാരണം അവരുടെയൊക്കെ ലക്ഷ്യവും ദേശീയതയെ തച്ചു തകർക്കുക എന്നുള്ളതായിരുന്നു. BJP നേതാവ് ചാനൽ മേടിച്ചിട്ടും ഇവരെ നിലയ്ക്ക് നിർത്താൻ
കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ പുറത്താക്കുക തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് എത്ര വില കൊടുക്കേണ്ടി വന്നാലും അതിനുള്ള നടപടിയായിരുന്നു അദ്ദേഹവും ചെയ്യേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും നടക്കാത്തത് കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഇതുപോലുള്ള ചാനലുകൾ, കൈരളിയെ നമുക്ക് പിന്നെ കുറ്റം പറയാൻ കഴിയില്ല. അവരുടെ ലക്ഷ്യം തന്നെ അത് പാർട്ടി തന്നെ ദേശവിരുദ്ധരായതുകൊണ്ട് ആ കൈരളി അതിന് അപ്പുറത്തോട്ട് പോവുകയില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞു വന്നത്, കേന്ദ്രം ചർച്ച നടത്താം എന്ന് പറഞ്ഞിട്ട് അതിന് തയ്യാറാകാതെ സമരാഭാസവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങൾ ചിന്തിക്കുക. ചർച്ച നടത്തിയാൽ ഒരു പരിഹാരം, ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും. അത് സംഭവിക്കരുത് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം. കാരണം ചർച്ച നടത്തി സമരം അവസാനിപ്പിച്ച് രാജ്യത്തിൻ്റെ വികസനത്തിനു വേണ്ടി പാർലമെൻറ്റ് നടത്തുന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോയാൽ ഈ രാജ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണെന്ന് അവർക്കറിയാം. അത് സംഭവിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ രീതിയിൽ രാജ്യത്തിൻ്റെ വികസനവും ശക്തിയും മുന്നോട്ട് പോയാൽ കോൺഗ്രസ്സിനോ മറ്റ് പ്രതിപക്ഷങ്ങൾക്കോ രാജ്യത്ത് നിലനിൽപ്പുണ്ടാകുകയില്ല, അവർക്ക് ഭരണം ഒരിക്കലും ലഭിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ എങ്ങനെയും ഈ വികസനത്തെ തടയുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതിനാണ് അവർ ഇപ്പോഴത്തെ ഈ സമരം കയ്യിലെടുത്തിരിക്കുന്നത്. കേന്ദ്രം എന്തായാലും ഇത് നോക്കിയിരിക്കുകയില്ല എന്ന് നമുക്കറിയാം. ശക്തമായ രീതിയിൽ പ്രതികരിക്കും. ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കാൻ തീരുമാനിച്ചതായി അറിയുന്നു. സത്യത്തിൽ അത് സമരം തുടങ്ങി അന്ന് മുതൽ പ്രാബല്യത്തിലാകുന്ന രീതിയിലായിരിക്കണം ഇത് നടപ്പാക്കേണ്ടത്. അവിടെ വന്നിരുന്ന് ഈ അനാവശ്യം കാണിച്ച് രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആരായാലും രാഹുൽ ഗാന്ധി അല്ല, അയാളുടെ സഹോദരി പ്രിയങ്കയല്ല, നമ്മുടെ കേരള മുഖ്യമന്ത്രി വരെ അതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരുടെ എല്ലാം പേരിൽ കേസെടുക്കണം. അല്ലാതെ ഈ മറ്റൊരു രീതിയിലും മാറ്റി വെക്കരുത്. കേരള മുഖ്യമന്ത്രിയോ കർണാടക മുഖ്യമന്ത്രി ഇടയ്ക്ക് ഇന്നലെ കണ്ടെന്ന് പറയുന്നു, ഞാൻ വാർത്തകൾ കണ്ടില്ല, പറയുന്നത് കേട്ടു, അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു സമരത്തിൽ പങ്കെടുക്കാൻ, കേരള മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രി വേറെ തൊഴിൽ ഇതാണോ? അവർ അതാത് സംസ്ഥാനത്തിൻ്റെ വികസനമല്ലേ അവർ ലക്ഷ്യമിടേണ്ടത്. അതിന് പകരം പാർട്ടി നടത്തിയ ഈ അനാവശ്യ സമരത്തിൽ പങ്കെടുക്കാൻ അവിടെ പോയിരിക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഈ രാജ്യത്തിനോട് കൂറ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിനോട് കൂറ്? ഈ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും അല്ലേ ഇവരൊക്കെ കഴിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ പിന്നെ നമ്മൾ വിട്ടുകളയുക. അവർക്കെപ്പോഴും ഈ ചോറ് ഇവിടെ, കൂറ് ചൈനയിലും എന്ന നിലപാടാണ് അവർ തുടക്കം മുതലേ അവർ സ്വീകരിച്ചിരുന്നത്. ഇന്നലെ ഒരു കൈരളിയിൽ ഒരു ചാനൽ ചർച്ചയിൽ ഒരു SFIയുടെ ഒരു നേതാവ് വിളമ്പുന്നു, ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം എന്താണ് പറയുന്നത്, നിങ്ങളെവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് എവിടെയാണെന്നും ഒക്കെ ചോദിച്ച് ഒരു വിദ്വാൻ ഇരുന്ന് വിളിച്ചു പോകുന്നത് കേട്ടു. ഇവരെവിടെയാണ് ഇത് പങ്കെടുത്തത്? ഇതിനെ ഒറ്റിക്കൊടുത്തവരാണ് പറയുന്നത് ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ ഒന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന്. അവരിതിനെ ചൈനയ്ക്ക് വിറ്റുകൊണ്ടിരുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരക്കാരെയൊക്കെ ശക്തമായി നേരിടാനുള്ള തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നുവെന്ന് അറിയുന്നതിലേറെ സന്തോഷമുണ്ട്. ദേശീയ സുരക്ഷാ വകുപ്പ് അനുസരിച്ച്, നിയമം അനുസരിച്ച് ഇവരുടെ എല്ലാം പേരിൽ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അവസാനമായി കേൾക്കുന്നത്. അത് അങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നതല്ലാതെ, പറഞ്ഞുകൊണ്ടിരിക്കാതെ
അത് നടപ്പാക്കുക തന്നെയാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിമർശനം ഉണ്ടായിരുന്നു, പത്രത്തിൽ കണ്ടു. ഈ പാറ്റകളെ അടിച്ചു എന്നും പറഞ്ഞ് ആരാണ്ട് പരാതിയുമായിട്ടിരുന്നപ്പോൾ, എന്നാൽ ഈ ആ വിമർശിച്ച ജഡ്ജിമാർക്ക് ഇറങ്ങി ഇവരെ നിയന്ത്രിക്കാൻ വയ്യായിരുന്നു. ഇവര് കാര്യം അറിയാമെങ്കിലും നമ്മൾക്കറിയാം എല്ലാ രംഗത്തും, നീതിന്യായ രംഗത്ത് ഉൾപ്പെടെ ഉണ്ട് ഈ ദേശീയതയെ എതിർക്കുന്നവർ. അവരിൽ നിന്ന് ഇത്തരം വാക്കുകളെ വരത്തുള്ളൂ. അവർ പറയേണ്ടത് എന്താണ്? ഈ കാണിക്കുന്ന അനാവശ്യ സമരം അനാവശ്യമാണെന്ന് എന്തുകൊണ്ട് അവർ പറയുന്നില്ല? ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം, പ്രതിഷേധിക്കേണ്ടതിന് പകരം പാർലമെൻറ്റ് തകർക്കും, അല്ലെങ്കിൽ 370 വകുപ്പ് തിരിച്ചു കൊണ്ടുവരണം, ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നൊക്കെ പറയുന്നതിനെ വിമർശിക്കാതെ പോലീസുകാരെ തന്നെ അവരൊക്കെ അങ്ങോട്ട് ആക്രമിക്കുമായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം കണ്ടാണ്. പോലീസുകാർ 153 പോലീസുകാർക്ക് പരിക്കേറ്റ് അവർ ചികിത്സയിലാണ്. അത് കഴിഞ്ഞിട്ടും തീരെ നിവൃത്തിയില്ലാതിരുന്ന് ഓടിച്ചിട്ട്, പോലീസുകാരെ ഓടിച്ചിട്ട് അടിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതിൽ സഖികെട്ട്, ഈ അക്രമത്തിൽ സഖികെട്ട് നിവൃത്തിയില്ലാതാണ് പോലീസുകാർ ഈ നടപടിയെടുത്തത്. അതിനെയാണ് ദില്ലി ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. ഇത് എവിടുത്തെ നീതി നിർവഹണമാണ് എന്നുള്ള കാര്യം കോടതി തന്നെ നമ്മളോട് ബോധിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഓരോ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ശക്തമായ നടപടിയെടുത്ത്, ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് ശക്തമായ നടപടിയെടുത്ത് ഇത്തരം തെമ്മാടിത്തരങ്ങൾ നിയന്ത്രിച്ച്, തെമ്മാടിത്തരം കാണിക്കുന്നവരെ പിടിച്ചകത്തിടാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുകയും, ഒപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.